സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് കടത്തിക്കൊണ്ടുപോയ ഒരു ചരിത്രരേഖ ഈജിപ്തിന്റെ മണ്ണിലേക്ക് മടങ്ങിയെത്തുകയാണ്. ലുക്സറിൽ നിന്ന് മോഷണം പോയ 3500 വർഷം പഴക്കമുള്ള അപൂർവ ശില്പമാണ് നെതർലൻഡ്സ് ഔദ്യോഗികമായി ഈജിപ്തിന് കൈമാറിയത്. പുരാതന ഈജിപ്തിന്റെ പ്രതാപവും പേറി ഈ ഗ്രാനോഡയോറൈറ്റ് ശില്പം ജന്മനാട്ടിലേക്ക് തിരികെ എത്തുകയാണ്. 2022 നെതർലാൻഡ്സിലെ ഒരു കലാപ്രദർശനത്തിനിടെയാണ് ശില്പം ലോകശ്രദ്ധ നേടിയത്. BC 1479 1425 കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന തുത്മോസ് മൂന്നാമന്റെ കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്റേതാണ് ഈ ശില്പം. ദക്ഷിണ ഈജിപ്ഷ്യൻ നഗരമായ ലൂക്സറിൽ നിന്നാണ് ശില്പം മോഷ്ടിക്കപ്പെട്ടതെന്ന് കരുതുന്നു. ഒരു ബ്ലോക്ക് പ്രതിമയുടെ ഭാഗമായിരുന്ന ശില്പം വേർപെട്ടതിനാൽ ഈ ഉദ്യോഗസ്ഥന്റെ പേരോ മറ്റു വ്യക്തിവിവരങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശില്പം കൈവശം വെച്ചിരുന്ന ആർട്ട് ഡീലർ അന്വേഷണത്തോട് സഹകരിക്കുകയും പൈതൃക വസ്തു സ്വമേധയാ വിട്ടു നൽകുകയും ചെയ്തു. നെതർലാൻഡ് സാംസ്കാരിക മന്ത്രി ഗൗക്കെ മോസ് ഈജിപ്ഷ്യൻ അംബാസഡർ ഇമാദ് എം ഹന്നയ്ക്ക് ശില്പം കൈമാറി. ഈജിപ്തിലെ ഏത് മ്യൂസിയത്തിലാകും ഈ അത്ഭുത ശില്പം സ്ഥാപിക്കുക എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. നഷ്ടപ്പെട്ട പൈതൃക സമ്പത്തുകൾ ഓരോന്നായി ആഗോള വിപണിയിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഈജിപ്തിന്റെ ശ്രമങ്ങൾക്ക് ഈ വിജയം വലിയ ഊർജമാണ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.